الله أكبر الله أكبر لا إله إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا فكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ولا تكونوا كالذي تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നുവെന്ന പോലെ നിങ്ങളോട് ആദ്യമായി വാർത്തയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഒഴികെയുള്ളതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടിക്കപ്പെട്ട ഓരോന്നിനും വസ്തുവായാലും ജന്തുവായാലും സസ്യമായാലും അതിനൊരു സ്വഭാവ പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ഓരോന്നിനും അതിൻ്റെതായ പ്രവർത്തനം എന്താണ് എന്ന് അതിന് വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ഹിദായത്ത് നൽകുക. ഹിദായത്ത് മനുഷ്യൻ മാത്രമല്ല, ഓരോ ആയത്തത്തിനും ഹിദായത്താണ്, അല്ലെങ്കിൽ തൊട്ടുണ്ടാകും. ഹൈഡ്രജൻ ആറ്റത്തിന് അറിയില്ല അത് ഓക്സിജൻ ആറ്റവുമായി ചേർന്നാലാണ് വെള്ളം ഉണ്ടാകുന്നതെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. ആധുനിക ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ മറ്റു പല ശാസ്ത്ര പഠനങ്ങളും വികസിച്ചു വരുമ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഓരോന്നിനും അതിനെക്കുറിച്ച് അറിവുണ്ട് എന്നുള്ളതാണ്. കുല്ലുൻ ഖദ് അലിമ സലാത്തഹു വ തസ്ബീഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ വഴി 1500 കൊല്ലം മുമ്പ് അത് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ഇത്ര ആഴത്തിലാണ് ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മനുഷ്യൻ ഏതൊരു സംഗതിയും മനസ്സിലാക്കുന്നത് അവന്റെ ഒരു സാഹചര്യത്തിന്റെ, ഒരു ചുറ്റുപാടിന്റെ, വിജ്ഞാനത്തിന്റെ നിലവാരത്തിൽ വെച്ചാണ്. ആറ്റത്തേക്കാൾ ചെറുത് എന്നാന്ന് പറഞ്ഞപ്പോ 1900-ത്തിന്റെ തുടക്കത്തിൽ മാത്രം കണ്ടുപിടിച്ച ആറ്റം വിഭജനം അതറിയാത്തത് കൊണ്ട് ആറ്റത്തേക്കാൾ ചെറിയൊരു സംഗതി ഉണ്ടാവും എന്ന് അന്ന് യഥാർത്ഥ സത്യവിശ്വാസികളായ സഹാബാക്കളൊന്നും ചിന്തിച്ചില്ല. അവരൊന്നും വിശ്വസിച്ചു. പിന്നീട് വന്ന ആളുകൾക്കാണ് സംശയം തോന്നിയത്. അങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന അതേ സംഗതിയിൽ തന്നെ ആഴത്തിൽ ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഖുർആന്റെ യഥാർത്ഥത്തിലുള്ള ഒരു
മനുഷ്യഗ്രന്ഥമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതാണ്, നമ്മളാരും ഉണ്ടാക്കിയത്. വരുംകാല തലമുറകൾക്ക് മാർഗദർശനം അതിൽ നിന്ന് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ തലമുറയുടെയും വൈജ്ഞാനിക നിലവാരത്തിനനുസരിച്ച് അതിൽ നിന്ന് മാർഗദർശനം ലഭിക്കുമാറാണ് അതിന്റെ ഒരു കോമ്പോസിഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വളരെ ധൃതിയിൽ ഇത് ഹൃദയസ്ഥമാക്കാനുള്ള ശ്രമം നടത്തിയുണ്ടായി എന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിലിടപെട്ട് പറയില്ല, ഇത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി നീങ്ങൊരു നാക്കെടുത്ത് ലഭിക്കേണ്ട കാര്യമില്ല. നാക്ക് ഇങ്ങനെ കൈഹാട്ടാക്കിയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാ ഇന്ന അടയാൻ ഖുർആൻ, ഇതാ കറങ്ങാൻ പത്തവി ഖുർആൻ. നാം ഇത് ഓരോരുത്തന്നാൽ നീ അങ്ങ് കൊള്ളയിലാ മതി. ഇത് കമ്പനിയുകയും കൂട്ടിപ്പിടിക്കുകയും പിന്നെ അത് ജനങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ചെയ്യണ പണി നാം ഏറ്റെടുത്തിരിക്കുന്നു. അവിടെ ഒരു സംഗതി കൂടെ ഉമ്മ ഇന്ന അലൈന ബയാനവും, അതിന്റെ വ്യാഖ്യാനം വിശദീകരണം പിന്നെ നാം നമ്മുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുകയും. എന്നാൽ നാളെ പ്രവാചകനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന മനുഷ്യ സഞ്ചയത്തിന് ആവശ്യമായ മാർഗദർശനം നൽകാൻ ഈ ഖുർആൻ ഉപയോഗിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇവിടെ പര്യാപ്തമാക്കും എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഒരുപാട് താബികളും സലഫുസ് സാലിഹീങ്ങളും മുജദ്ദിദുകളും ഒക്കെ ഈ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സംഗതിയും അതിൻ്റെതായ പ്രവർത്തന മേഖല ഏത് രീതിയിലാണ് എന്ന വ്യക്തമായ ദിശാബോധത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന പ്രകൃതം സത്യവിശ്വാസം. പല പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചൊരു സംഗതിയാണ്. അടിസ്ഥാന വിഷയം സത്യവിശ്വാസം, വിജ്ഞാനം, വിശ്വാസം, ദൃഢബോധ്യം. അതൊക്കെ നമ്മളെ ശരിക്കും ബോധ്യപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയത്. ആദമിന് വിജ്ഞാനം കൊടുക്കുകയും വിശ്വാസം ഉത്ഭുതമാക്കുകയും അത് ചില എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ആദമും മലക്കുകളും അല്ലാഹും തമ്മിലുള്ള ഒരു പ്രത്യേകമായ ഒരു ചുറ്റുപാട് അത് പറയുന്നത്. വിശദാംശങ്ങളൊന്നും പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. മലക്കുകളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാനുള്ള ബൗദ്ധികമായ നിലവാരം മനുഷ്യന് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ സംഭവം അവിടെ ഉണ്ടാക്കിയതില്ല. അല്ലെ മലക്കുകൾ ചോദിച്ച് എന്തിനാണ് ഇതിനെ പടയ്ക്കാൻ പോകുന്നത് ഈ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ? അല്ലാഹു നിങ്ങൾക്ക് അറിയാൻ എനിക്കറിയാം. അങ്ങനെ വസ്തുക്കളെ സംബന്ധിച്ച് ആദമിന് വിജ്ഞാനം കൊടുത്തിട്ട് മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ എന്ന് പറയാം, പേര് എന്ന് പറയാം. അപ്പോ അവര് പറഞ്ഞ് കേട്ടോ നീ തന്നല്ല. കൃത്യമായിട്ടുള്ള അതിൽ പറഞ്ഞു. ആദമിനടുത്ത് പറഞ്ഞു, നീ എന്ന് പറഞ്ഞോട്ടോ. അതെല്ലാം പറഞ്ഞു കേട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? മാലാഖമാര് പരിശുദ്ധരാണ്, ഉന്നതരാണ്, മഹോന്നതരാണ് എന്നൊക്കെ മനസ്സിലാക്കും. ആ മാലാഖയേക്കാൾ അപ്പുറത്തേക്ക് വളർന്നു പോകാനുള്ള കഴിവ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ ഒരു മഹാസംഭവത്തിലൂടെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നു. മെഹ്റാജിന്റെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോടൊപ്പം പോയ ഒരു പ്രത്യേകമായ സിദ്റത്തുൽ മുൻതഹയിൽ അടുത്ത് ഒരു പ്രത്യേക ഏരിയയിൽ എത്തിയപ്പോ മുഹമ്മദ് താങ്കൾ ഉൾക്കൊള്ളും, എനിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞൊരു രംഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞത് ഈ ദീൻ പൂർത്തിയാക്കുമ്പോൾ മഹാനായ പ്രവാചകൻ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ മനുഷ്യന് എത്ര സ്ട്രോങ് ആയാലും നല്ല ഇമാണ്ടായാലും ദൗർബല്യങ്ങൾ അവനെ വല്ലാണ്ട് വരയ്ക്കും എന്നും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നിനക്ക് കാണണോ എന്ന കോലത്തിലാണ് ചോദ്യം. എണയും തുണയുമായി സൃഷ്ടിച്ച് ഇഷ്ടം പോലെ ഭക്ഷിച്ചുള്ള സ്വർഗത്തിൽ വെച്ച് ഒരു സ്ഥലം മാത്രം, ഒന്ന് മാത്രം എടുക്കരുതെന്ന് പറഞ്ഞു. അത് തന്നെ പോയെടുത്തു. അതിന്റെ ഒരുമാലും അനുഭവിക്കുകയും ചെയ്യും. അപ്പൊ മനുഷ്യൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്ന് വിചാരിക്കും. വീക്ക്നെസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീക്ക്നെസ് നമ്മളെ അടിപെടുത്തി കളയും. ഒരൊറ്റ വഴിയുള്ളൂ, എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശ്രദ്ധിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ ശ്രദ്ധ വിട്ടാൽ പിന്നെ അവിടെ ഒരു വിശാലായിരിക്കും കൂട്ടം വേണേ, ഏറ്റവും അടുത്ത സുഹൃത്ത്. അവൻ അതായത് ജ്വലിക്കുന്ന നരകത്തിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോകും.
അപ്പൊ ഇത് നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബോധം വേണം. എത്ര വലിയവനായാലും പണ്ഡിതനായാലും വലിയ ആളായാലും ആളുകളായാലും ഒക്കെ അബദ്ധം പറ്റും, കുഴപ്പമുണ്ടാവും, പ്രലോഭനങ്ങൾക്ക് വശം തരും. ഏത് സന്ദർഭം വരുമ്പോഴും എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ലാഞ്ചന വന്നാൽ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എന്നുള്ളത് എന്നതാണ്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ കൂടുതൽ ഉൾക്കാഴ്ച കിട്ടും. പ്രായോഗിക ജീവിതത്തിലെ നിത്യജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെ നമുക്കത് ദൈനംദിനം സർട്ടിഫൈ ചെയ്യാവുന്നതാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ നിത്യജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. സ്നേഹത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടാവും. ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മുടെ അടുത്ത് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഗുരുമലായി പോകുന്നതാണ്. ഈ സത്യവിശ്വാസം നമ്മുടെ കൈവശമുള്ളതാണ്, ഒറിജിനലായിട്ട് നമ്മുടെ കൈവശമുള്ളതാണ്. നമ്മുടെ ഫാക്ടറി സെറ്റ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം എന്നാണ്. ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം നമ്മുടെ കൈവശം ചെയ്യുന്നതാണ്. ആരെങ്കിലും ആ സത്യവിശ്വാസത്തെ ഒരു ജീവിത സരണിയായി സ്വീകരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത് അതിലവനെ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാമെന്നാണ്. ഭയങ്കരമാണ്. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا والآخرة ويضل الله الظالمين ويفعل الله ما يشاء. يثبت തസ്ബീത്ത് steadfast എന്ന് പറയും, ഉറപ്പിച്ചു നിർത്തും. നമ്മളെ ഉറപ്പിച്ചു നിർത്തും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ നമ്മളെ ഉറപ്പിച്ചു നിർത്താനാവൂ എന്ന ബോധം ഉണ്ടാവുമ്പോൾ നമ്മൾ അവനെ സമീപിച്ചുകൊണ്ടിരിക്കും. അടിസ്ഥാനപരമായ സത്യവിശ്വാസം നമ്മുടെ കൂടെ ഉണ്ട്. ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സമീപിച്ചാൽ മതി. ശ്രദ്ധ തിരിഞ്ഞാൽ അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിതിരിച്ചുകളയും. അവൻ ഉദ്ദേശിക്കുന്നതാണ് അവൻ ചെയ്യുന്നത്. സത്യവിശ്വാസത്തിൽ മാത്രമല്ല, സത്യവിശ്വാസത്തിന്റെ അനന്തരഫലങ്ങൾ റിപ്പോർട്ട്സ് ഒരുപാട് വിപുലമാണ്. ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിച്ച് 2-3 ആളുകൾ ഒന്നിച്ചുണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ സ്നേഹബന്ധം ഉണ്ടാവും. സത്യവിശ്വാസത്തിന്റെ സ്നേഹം, അനുഭൂതി, ആസ്വാദനമൊന്നും വാക്കുകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരുപാട് കാലം കാണാതിരുന്ന സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സുഹൃത്തിനെ അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനിർവചനീയമായ വികാരം, ഭാഷയുടെ വാക്കുകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത വികാരം, അത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം ക്ഷേക്കാൻ കൊടുക്കുന്നതിന് പകരം ആലിംഗനം ചെയ്യും, പരസ്പരം പിടിച്ചു മുത്തും. ഇത് സത്യവിശ്വാസ സ്നേഹത്തിന്റെ ഒരു പ്രകൃതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാതെ ഇന്നല്ലദീന ആമനു വഅമലു സ്വാലിഹാത്തി സയജഅലുഹുർ റഹ്മാനു വുദ്ദ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹബന്ധം സ്ഥാപിച്ചു കൊടുക്കും. അപ്പൊ നമ്മളോട് ആരെങ്കിലും നമ്മളാരെയും സ്നേഹിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തിലൂടെ തകരാറുണ്ട്. ശത്രുവിനോട് പോലും പൊറുക്കുകയും അവന് പ്രാർത്ഥിക്കുകയും ചെയ്ത മഹാനായ പ്രവാചകനാണ് നമ്മുടെ മുന്നിൽ കടന്നുപോയത്. ഈസാ നബിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തെ ഉപദ്രവിച്ചപ്പോ പിതാവേ ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് അറിയുന്നില്ല, ഇവരറിയുന്നില്ല എന്ന് പറയുന്നതായി ബൈബിളിൽ വരെ നമുക്ക് കാണാൻ കഴിയും. തായിഫിലെ തെണ്ടിപ്പിള്ളേരെ എറിഞ്ഞപ്പോ അള്ളാഹു മലക്കനെ വിട്ട്, നീ എന്താണ് പറയുന്നത് അതനുസരിച്ച് ഈ 2 മലകളെ കൂട്ടിയിടിപ്പിച്ച് തായിഫിനെ തന്നെ നോക്കിക്കളയാം എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോ, വേണ്ട, അവരോട് പൊറുക്കണം തമ്പുരാനെ, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഈ ജനതയിൽ നിന്നൊരു സമൂഹം ഈ ദീനിന്റെ ഉയർച്ചയ്ക്കോട്ട് വരുമെന്ന് നാം ആശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്തൊരു വിശാലതയാണ്! നന്മ പറഞ്ഞു കൊടുത്തതിനെ എറിഞ്ഞ് പല്ലും കാലും ഒക്കെ പൊളിച്ച തെരുവ് തണ്ടികളോട് ഹൃദയവിശാലതയോടുകൂടി പെരുമാറാൻ കഴിയുക വിശ്വാസത്തിന്റെ ആ ആഴമാണ്. വിശ്വാസമുള്ളിടത്തെ സ്നേഹം ഉണ്ടാവുള്ളൂ, സ്നേഹമുള്ളിടത്തെ കരുണ ഉണ്ടാവുള്ളൂ, കരുണ ഉണ്ടെങ്കിലേ പരസ്പര സഹകരണം ഉണ്ടാവുള്ളൂ, വിട്ടുവീഴ്ച ഉണ്ടാവുള്ളൂ. അപ്പൊ വിശ്വാസം തകരാറായാൽ, വിശ്വാസം പാപ്പരായാൽ അവിടെ സ്നേഹവും കരുണയും ഒക്കെ തെറിച്ചു പോകും എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ആ സ്നേഹമായ ഈമാനും ആ കാര്യങ്ങളൊക്കെ ഒരു അലങ്കൃതമായി കൊണ്ടു നടക്കുന്നത് സത്യവിശ്വാസത്തിന്റെ സ്വഭാവമാണ്. സത്യവിശ്വാസം എന്നത് ഒരു ഹൃദയത്തിൽ അലങ്കാരമാക്കുന്നു, ഹൃദയത്തിന്റെ ഒരു പ്രേമമാക്കി മാറ്റി. മറ്റേത് പ്രേമത്തെക്കാളുള്ള മഹത്തായ പ്രേമം വിശ്വാസത്തോടുള്ള പ്രേമം എന്ന് വെച്ചാൽ അല്ലാഹുവിനോടുള്ള പ്രേമമാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ് അല്ലാഹു. നമുക്ക് പലതിനോട് പ്രേമം ഉണ്ടാവും, നമുക്ക് നമ്മോട്
നമ്മോട് പ്രേമം ഉണ്ടാവും, ഭാര്യ മക്കളോട് പ്രേമം ഉണ്ടാവും, സുഹൃത്തുക്കളോട് പ്രേമം ഉണ്ടാവും. പക്ഷേ എല്ലാ പ്രേമത്തെക്കാളും അപ്പുറം അശദ് ഹുബ്ബില്ല. കാരണം ആ പ്രേമം അല്ലാഹ് തരുന്ന പ്രേമമാണ്. ഈ എല്ലാ പ്രേമവും അല്ലാഹ് തരുന്നതാണ്. അല്ലാഹുവിനോട് പ്രേമം ഉള്ളതുകൊണ്ട് അല്ലാഹ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറെ കാലത്തേക്ക് കുറച്ചാൾ കൊടുക്കും. അതുകാലം തെറ്റിദ്ധരിക്കേണ്ട. അല്ലാഹ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ സ്നേഹം ഉള്ളിൽ തരുന്നത്. ഇവിടെ സത്യവിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് പ്രിയപ്പെട്ടതാക്കി, സത്യവിശ്വാസം ഹൃദയത്തിൽ പ്രിയപ്പെട്ടതാക്കി. അത് മനസ്സിന് അലങ്കാരമാക്കി. മാത്രമല്ല ആ സത്യവിശ്വാസം മനസ്സിലുള്ളവന് നിഷേധവും അതുപോലെ തന്നെ അധർമ്മവും അനുസരണക്കേടും വെറുപ്പുള്ളതാക്കിയും. നിഷേധം അനുസരണക്കേടും അതുപോലെയുള്ള സംഗതികളെ കൊണ്ടല്ല. ഫിസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മം, ഫുസൂഖ് പറഞ്ഞു, അതൊക്കെ നമുക്ക് വെറുപ്പുള്ള ഒരു സംഗതിയാക്കി മാറ്റി. ഉലൈക ഹുമുർ റാഷിദൂൻ, അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് ഫളലം മിനല്ലാഹി വ നിഅമ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യവും അനുഗ്രഹവുമാണ്. അല്ലാഹു അലീമുൻ ഹകീം. ആ പ്രസ്താവനയ്ക്ക് വലിയ ആഴുണ്ട്. ഈ പിൻകുറി ആർക്കാണ്, എപ്പോഴാണ്, എത്രയാണ്, ഏതളവിലാണ് കൊടുക്കേണ്ടത് എന്ന് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് അലീമുൻ ഹകീം എന്നുള്ള പറയും. യുക്തിജ്ഞനായ വിജ്ഞാനി. വിജ്ഞാനി യുക്തിജ്ഞനായിരിക്കും, യുക്തിജ്ഞൻ വിജ്ഞാനിയായിരിക്കും. പക്ഷെ അത് രണ്ടും കൂടെ എടുത്തിട്ട് പറയാം. ഒരു യുക്തിജ്ഞനെ എപ്പോഴും വിജ്ഞാനിയായിരിക്കും, വിജ്ഞാനി യുക്തിജ്ഞനുമായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവന്റെ വിജ്ഞാനം കൊണ്ട് പ്രയോജനം. പക്ഷെ ഇവിടെ അലീമുൻ ഹകീം എന്നെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് ആർക്ക്, എപ്പോൾ, എവിടെ വെച്ച്, എത്ര അളവിൽ, ആരോട് എത്ര സ്നേഹം, എത്ര ബന്ധം, എത്ര വെറുപ്പ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു തരും സത്യവിശ്വാസികൾക്ക് എന്നാണ്. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിലേ അതൊക്കെ നടക്കുള്ളതാണ്. ഈ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച് ഓരോരുത്തരിലും അതുണ്ടാവുന്നു. ഈ ഒരു ചിന്താഗതിയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയ്ക്കല്ല, അവരെ തിരഞ്ഞെടുത്തതാണ്. അതായത് വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ. നാം നിനക്ക് സത്യത്തോടെ വേദഗ്രന്ഥം നൽകിയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇത് പുതിയതൊന്നുമല്ല, പണ്ട് കാലത്ത് തന്നെ നമ്മുടെ പ്രവാചകന്മാർ വഴി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് കൊടുക്കേണ്ടത്, ആരാണ് അനുയായികളാക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി അറിയും എന്നതാണ്. ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ. അല്ലാഹു അവന്റെ അടിമകളെ കുറിച്ച് നല്ല സൂക്ഷ്മമായി അറിയുന്നവനാണ്, നന്നായിട്ട് കാണുന്നവനാണ്. എന്നിട്ട് പറയാ പിന്നെ ഈ പുസ്തകം, ഈ വേദഗ്രന്ഥം നാം അനന്തരാവകാശമായി നൽകി. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. ഈ സമുദായത്തിന് അനന്തരാവകാശമായി നൽകി എന്നുള്ളതാണ്. അപ്പൊ ഈ സമുദായത്തിൽ പെടുക എന്നത്, സത്യവിശ്വാസം സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു മഹാസൗഭാഗ്യമാണ്. അത് നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. ഹിദായത്ത് എങ്ങനെ നമുക്ക് ലഭിച്ചു, നമ്മൾ യഥാർത്ഥത്തിൽ അർഹതരാണോ എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. അള്ളാഹുവിന്റെ മഹാ ഔദാര്യം കൊണ്ടാണ് അത് ലഭിച്ചത്. കാരണം അള്ളയാണ് പറയണത് കൊടുക്കാനുള്ളവൻ നാം കൊടുക്കുന്നു. അപ്പൊ കിട്ടാത്തവന്റെ, നമ്മൾ ചിലപ്പോ നമ്മുടെ ചെറിയ വിജ്ഞാനം കൊണ്ട് വിചാരിക്കും അവൻ നല്ലവനാണെങ്കിൽ അവന് ഹിദായത്ത് കിട്ടിയില്ലോ എന്ന് വിചാരിക്കും. ഉള്ളവരെ എനിക്കറിയാം ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട. അപ്പൊ ഇസ്തഫൈന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പറയാറുണ്ട് മുസ്തഫായ റസൂൽ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ. ഇവിടെ നമ്മുടെ സമുദായത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഇസ്തഫൈന, നാം തെരഞ്ഞെടുത്തു. മാത്രമല്ല ആ തെരഞ്ഞെടുപ്പെട്ട സമുദായത്തിന് മുസ്ലിം എന്ന പേര് വെച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഹുവ സമ്മാകുൽ മുസ്ലിമീൻ വമിൻ ഖബലു വഫീ ഹാദാ. അപ്പൊ നമ്മൾ സ്വയം വിളിച്ച മുസ്ലിങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പേര് വെച്ചതാണ്. അനുസരണയുള്ള സമൂഹം. ആ അനുസരണയുള്ള സമൂഹം സത്യവിശ്വാസത്തിന്റെ തണലിൽ സ്നേഹവും കരുണയും അനുഭവിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് നിൽക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെയാണ് പ്രശ്നം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറൂ വസബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണം, ഒന്നുപോലെ നിൽക്കണം. ഒരുപാട് പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായ ബാധ്യതയായി ഖുർആനിലൂടെ പറഞ്ഞ ഒരു സംഗതിയാണ്. ഒത്തൊരുമിച്ച് നിൽക്കാൻ കഴിയാത്തിടത്തോളം ഈ സമുദായത്തിന്റെ ഈമാൻ പൂർത്തിയാവില്ല എന്ന് ഖുർആനിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ ഗൗരവമായി ചിത്രീകരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഖുർആനിലുണ്ട്.
അതിന്റെ ഒരു ഭാഗമാണ് സൂറത്തുൽ ആലി ഇംറാനിൽ നിന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമ നടപടികളെ സൂക്ഷിക്കണം. ഏത് പ്രകാരമാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, അതായത് എത്ര അളവിൽ, എങ്ങനെയാണ് അള്ളാഹ് സൂക്ഷിക്കേണ്ടത്, ആ അളവിൽ തന്നെ, എങ്ങനെയും ചെയ്താൽ പോരാ, ആ അളവിൽ തന്നെ ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ മതസ്റ്റേജുകളിൽ നിന്നും പണ്ഡിത വാചകങ്ങളിൽ നിന്നും പണ്ഡിത വാക്കുകളിൽ നിന്നും കേൾക്കുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുള്ള ഭിന്നിച്ച് കുഴപ്പമുണ്ടാക്കണവനും ഓതുന്ന ആയത് തന്നെയാണ്. വേണ്ടി എടുത്തു പറയാം. എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. ജമീഅൻ എന്ന് പറയുന്നത് അഡീഷണലാണ്, തർക്കീതാണ്, കൺഫേം ചെയ്യാൻ പറയാം. വലാത്തഫറഖു എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഭിന്നിച്ചു പോകാൻ, ഭിന്നിക്കരുതേ, ഭിന്നിക്കാതെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള സുബ്ഹാനഹു വ തആല പറയും. എന്തിന് വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ആ സമകാലിക സമൂഹത്തിന്റെ അന്നത്തെ അവസ്ഥയെ എടുത്തു തിരിച്ചുകൊണ്ട് ഔസ് ഹസറജ് ഗോത്രക്കാർ മദീനയിലുണ്ടാക്കിയ കുഴപ്പത്തെ, അവരുടെ വർഷങ്ങളോളം നീണ്ടുനിന്ന ആക്രമണങ്ങളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല പറയും, ഇത് കുന്തും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നാം കൂട്ടിയിണക്കി. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, വളരെ ഗൗരവത്തിൽ പറയാം, നിങ്ങൾ നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു. അതിൽ നിന്ന് നിങ്ങളെ നാം രക്ഷിച്ചു. എന്നിട്ട് ഈ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ നേർമാർഗം പ്രാപിക്കാനാണ്. അങ്ങനെ നിങ്ങൾ ഭിന്നിച്ചടിച്ച് തല വളർന്നിരുന്നെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമായിരുന്നു. പക്ഷേ നാം നിങ്ങൾ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്കൂളിൽ പഠിച്ച സത്യവിശ്വാസികൾ നന്നോടെ മനസ്സിലായി. അവർ പ്രവാചകന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോയി. പക്ഷേ നിർഭാഗ്യവശാൽ പ്രവാചകൻ കഴിഞ്ഞ് അബൂബക്കർ കഴിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഏറ്റവും ഒടുവിലായ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതൊന്നും ഉമറിന്റെ ശക്തമായ നേതൃത്വം കൊണ്ട് പുറത്തൊന്നില്ല. പക്ഷേ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ സമുദായം കൊന്നു. ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഈ പൊന്നോമന സമുദായം സ്വന്തം നായകനെ ചുട്ടുതിന്നു. ചരിത്രത്തിലെ മഹാവിരോധാഭാസമാണ്. അലി കറമല്ലാഹു വജ്ഹു, അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്നത് ഈ സമുദായം തന്നെയാണ്. ആലോചിക്കുക, ഒന്നിച്ച് നിൽക്കണം, കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ജബലും സിഫിനും അരങ്ങേറി. പിന്നെ വരുന്നു കർബല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളെ, ഹസൻ ഹുസൈൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ, അലി റളിയല്ലാഹു അൻഹു മറ്റു 9 മക്കളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് അമവി ഭരണകൂടം അടിച്ചു തകർത്തു. അപ്പൊ വളരെ ഗൗരവമാണ് വിഷയം. അപ്പൊ അതിന്റെ ഇസ്ലാമിന്റെ ആളുകൾ മുസ്ലിമിന്റെ പേരിൽ ഒരുപാട് കോട്ടകളും കൊത്തളങ്ങളും ഒരുപാട് പുൽത്തകടികളും അതുപോലെ പലതും ഉണ്ടാക്കി. പക്ഷേ സത്യവിശ്വാസത്തിന്റെ കട്ടയ്ക്ക് കത്തിവെച്ചു. എന്നിട്ടും ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചില്ല, വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. തൗബ ചെയ്യുന്ന അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു വലിയ വിഭാഗം, ഈ ദീനിനെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നേതൃമാന്യന്മാരും ഭരണമാന്യന്മാരും തങ്ങളിലടിച്ച് തലവളർന്ന് സത്യവിശ്വാസിയുടെ ചോര ചിന്തിയപ്പോ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ടായിരുന്നു, സാധാരണക്കാരായ. അവരുടെ നന്മ കണക്കിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടിരുന്നു. അവസാനം ഇതൊന്നിനും കൊള്ളാത്തതാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കാർത്താരികളെ ഇറക്കി അടിച്ച് തകർത്ത് തരിപ്പണാക്കി. സത്യവിശ്വാസികളുടെ പിൻഗാമികളായി വന്ന ആളുകളെ നശിപ്പിക്കാമെന്ന ആളുകളെ നശിപ്പിച്ചതിന് ശേഷം അവരാലോചിച്ചു, പിന്നെ അവർ സത്യവിശ്വാസം സ്വീകരിക്കുക. ചെങ്കിസ് ഖാന്റെ പുത്രനും പിന്നെ തമൂറിന്റെ പേരക്കുട്ടിയാണ് നമ്മളെ ബാബർ. നമുക്കറിയാം ആ ചരിത്രം. സത്യവിശ്വാസികളെ തകർത്തി കളയാമെന്നവരാണ്, അവരുടെ പിൻഗാമികളാണ് പിന്നെ സത്യവിശ്വാസത്തിന്റെ വാഹകരായി ലോകത്തേക്ക് മാറി വന്നത് എന്നുള്ളത്. ലോകത്തിന്റെ നാനാഭാഗത്തും ഇങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള അതൊക്കെ സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ സംഗതി നമ്മൾ ചെയ്യാത്താണ്. ഉമ്മതം വസത, ഒരു മധ്യമ സമുദായമാണ്, ഖൈറ ഉമ്മത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശംസിക്കാൻ വലതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ധർമ്മം കൽപ്പിക്കുകയും അധർമ്മം വിലക്കുകയും നന്മയിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. പക്ഷേ നമ്മുടെ അവസ്ഥ എവിടെ എത്തിയിരിക്കുന്നു എന്ന് നാം ഒരു പുനരാലോചന ചെയ്യേണ്ടതാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സത്യവിശ്വാസം മുസ്ലിം സമുദായത്തിന് സംവരണം വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സംവരണത്തിന് ഞാൻ എതിരല്ല, എതിര് പറയാൻ ഉദ്ദേശിച്ചിട്ടുമല്ല ഈ പറയുന്നത്. നമുക്ക് സംവരണം വേണം. പക്ഷെ നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിന്ന് ചോദിക്കാൻ തയ്യാറുണ്ടോ എന്ന് പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ എന്തായി സമുദായം പറയാം? സമുദായത്തിന് ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അന്നത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ആമിദ് അൻസാരി കഴിഞ്ഞ ദിവസം പത്രങ്ങളിലോ വിവാദമായിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഈ സമുദായത്തിന് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ദളിതുകളെക്കാൾ പിന്നാക്കമാണ്. സത്താർ കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ പല കമ്മീഷൻ റിപ്പോർട്ടുകളും എഴുതി തിരിച്ചുകൊണ്ട് പലരും പറയാനുണ്ട്. പക്ഷെ ഒരൊറ്റ ചോദ്യം ഈ സമുദായം ഉള്ളിൽ നിന്ന് ചോദിക്കാൻ, ആവശ്യങ്ങൾ എന്താണ്? ഒന്നിച്ചെന്നൊന്ന് ചോദിക്കുമോ? എല്ലാവരും കൂടെ ഒന്നിച്ചെന്നൊന്ന് ചോദിക്കുമോ? അതിനും കൂടി നമുക്ക് കഴിയില്ല എന്നുള്ള. അപ്പൊ മറ്റുള്ളവരെ അവകാശത്തിന് വേണ്ടി ഉണർത്തുന്നതിന് മുമ്പ് സ്വന്തം ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഇരുന്നാൽ യഥാർത്ഥ 1000 കൊല്ലം ചോദിച്ചാൽ ഇത് കിട്ടൂല. തരാൻ പോണവന്റെ മനസ്സിലുള്ള ബ്ലോക്കാക്കും. ഏതെങ്കിലും ഭരണാധികാരിയോ ഭരണകൂടങ്ങളോ അത് ഏത് ABCD ഏത് പേര് വന്നാലും അവരല്ല ഈ സമുദായത്തിനെ സംരക്ഷിക്കുന്നത്. അവരല്ല ഈ സമുദായത്തെ നിലനിർത്തുന്നത്. ഈ സമുദായത്തെ നിലനിർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ സമുദായത്തിന് ആ ബോധമില്ലാതായി. അപ്പോ അവർ ചിഹ്ന ഭിന്നമായി. ഓരോരുത്തർക്കും കിട്ടിയ കഷ്ണവുമായി അവരിങ്ങനെ പോകണം. കുറെ ആളുകളെ സുന്നികളാക്കി, കുറെ ആളുകളെ ഷിയാളാക്കി. സുന്നിയിലും ഷിയയിലും അവാന്തര വിഭാഗങ്ങൾ ഒരുപാടുണ്ടായി. എന്നിട്ട് പരസ്പരം ഇന്ന് നോക്കുക, ആഗോള അടിസ്ഥാനത്തിൽ സമ്പത്തിന്റെ വിനിമയം നടക്കണം എങ്ങനെയാണ്? അറബ് മേഖലയിൽ സിറിയയിലോ ഇന്നലെ കരളണിയിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. സിറിയയിലെ വളരെ വേദനാജനകമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2-3 ബോട്ടുകളിൽ പോയ അഭയാർത്ഥികൾ ബോട്ട് മുങ്ങിയിട്ട് ഒരു 3 വയസ്സായ കുട്ടി ചുവന്ന ഒരു ടീഷർട്ട് ഇട്ടിട്ട് തമിഴ്ന്ന് കിടക്കുന്ന ഒരു ചിത്രം. പച്ചക്കറമുള്ള എല്ലാ മനുഷ്യന്മാരും പൊട്ടിക്കരഞ്ഞു പോകുന്ന ആ രംഗം. ആ 3 വയസ്സായ കുട്ടി എന്താ ചെയ്തു? അവിടെ എന്താ നടക്കുന്നത്? അവിടെ സത്യവിശ്വാസികളുടെ പണവും പ്രതാപവും എല്ലാം പരസ്പരം ഏറ്റുമുട്ടി നശിക്കുകയാണ്. യമനിൽ എന്താ നടക്കുന്നത്? പലസ്തീനിൽ എന്താ നടക്കുന്നത്? മ്യാൻമറിൽ എന്താ നടക്കുന്നത്? എവിടെയൊക്കെ സത്യവിശ്വാസികളുണ്ടോ അവിടെയൊക്കെ ഭയങ്കരമായ പ്രശ്നകലുഷിതമായി. എന്തുകൊണ്ട്? ആരെയാണ് കുറ്റം പറയേണ്ടത്? ആരോടാണ് ദേഷ്യപ്പെടേണ്ടത്? ഭരണകൂടങ്ങളോട്. ഭരണകൂടം നീതി പാലിക്കുന്നില്ല, അത് വേറെ കേസാണ്. പക്ഷെ സത്യവിശ്വാസി സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞ വലിയൊരു വിഷയമാണ് ഇഹ്തിസാബില്ല. ഇഖാമത്ത് സലാത്ത് പോലെ, ഈതാഉ സക്കാത്ത് പോലെ ആരെങ്കിലും നമസ്കാരം നിർവഹിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിമാവില്ല. സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മുസ്ലിമാണെന്ന് പറയാൻ ഖുർആൻ അനുസരിച്ച് പറ്റൂല. അതുപോലെ ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കലും ഇൻഫാഖും ഫീ സബീലില്ലാഹ് എന്നതുപോലെ ഇഹ്തിസാബില്ല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കും. ഇത് ഈമാന്റെ ഭാഗമാണ്. ശാക്തീകരണം സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഏതൊരു ഇസ്ലാമിക പ്രവർത്തനവും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകാര്യമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് നമുക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഈ സത്യവിശ്വാസത്തോടെ നിലനിർത്തുകയും ഖുർആനെ നിലനിർത്തുകയും അതിനെ വളർത്തി വലുതാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്ന നമ്മളാണ് വിട്ടുവീഴ്ച. കാരണം ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. സ്നേഹം എന്തായില്ല, വിട്ടുവീഴ്ച ഞാൻ തയ്യാറില്ല. ഈമാൻ പാപ്പരായി പോയിരിക്കുന്നു, ഈമാൻ പൊള്ളയായി പോയിരിക്കുന്നു. അത് ഗൗരവമായി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. ആരെങ്കിലും ഗൗരവത്തിൽ പറഞ്ഞാൽ അയാളെ കല്ലെറിയാൻ പണിയാ മറ്റുള്ളവർ ഉണ്ടാവുക. സത്യം നേരെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എഴുതാൻ പറ്റൂല, പറയാൻ പറ്റൂല. ഓരോ വിഭാഗത്തിനും താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്കപ്പുറത്തൊരക്ഷരം അവർ പ്രസിദ്ധീകരിക്കില്ല. ആ താല്പര്യങ്ങൾക്കപ്പുറം ഒരു മെമ്പറിൽ നിന്നും ഒന്നും പറയാൻ സാധ്യമാവുകയില്ല. സത്യവിശ്വാസികളുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് പച്ചയായി പറഞ്ഞാൽ
മൗലവി അടുത്ത ആഴ്ച നമ്മൾ വ്യാകരണം നോക്കിയിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു ദുസ്സഹമായ ഒരു സാഹചര്യം നാട്ടിന്റെ നാനാഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സംശയമില്ലാത്ത സത്യമാണ്. ഇവിടെ നിന്ന് പറയുന്ന പോലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെമ്പറിൽ നിന്ന് ഇത് പറയാൻ സാധ്യമാവില്ല എന്നുള്ളത് എനിക്ക് ഒരുപാട് സ്ഥലം പരിചയമുള്ളത് കൊണ്ട് അറിയുന്നതാണ്. അപ്പോൾ ഒരു ജനത ഒരു ഹൃദയവിശാലതയോടെ കാര്യങ്ങൾ നേരിട്ട് കാണാൻ ശ്രമിച്ചാൽ അതിൽ ഒരുപാട് ശുഭപ്രതീക്ഷ വെക്കാൻ പറ്റും. ശുഭപ്രതീക്ഷ ഉണ്ട്. ഇവിടെ എന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ആളുകളെ എനിക്ക് പലരെയും പേഴ്സണലായിട്ടുണ്ട്. ഹൃദയവിശാലതയോടെ കാര്യങ്ങൾ ചിന്തിക്കാൻ സന്നദ്ധതയുള്ള മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ഞാൻ അവരെ മനസ്സിലേക്ക് ഇടുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഓരോ സംഗതിയും നമ്മുടെ അടുത്ത് കടന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ വരും, അതല്ലാതെ വരും. നമ്മളെല്ലാം ഭിന്നിച്ച് നിന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടാൻ കൂടുതൽ എളുപ്പമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ എപ്പോഴും ഇങ്ങനെ അല്ല നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി തീരണം. അത് നമ്മളെ പ്രവർത്തിപ്പിക്കണം. ഫീൽഡിലിറങ്ങിയ ആളുകളെ യോജിപ്പിക്കണം. ആളുകളുമായി രഞ്ജിപ്പോടെ സ്നേഹത്തോടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസ സമൂഹത്തിനെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സമൂഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. ആമീൻ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب ഓസിക്കും കഥാനിയും വിധപ്പെടുന്നു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളൊക്കെ മാനിച്ചു ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്. ശരിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളോട് പറയാം, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്തവ നേതൃത്വത്തെയും അനുസരിക്കണം. നമുക്കൊരു നേതൃത്വം ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും കൂടി അംഗീകരിക്കാൻ പറ്റിയ ഒരു നേതൃത്വം ഉണ്ടോ? ഉണ്ടാവണ്ടേ? ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരു സംഘടനയുടെ നേതാവിനെ അംഗീകരിക്കണം. പറ്റും. ഒരു ഏകോപനം ഉണ്ടാവാമല്ലോ. വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ ചേർന്നിട്ടൊരു ഏകോപനം ഉണ്ടാവും. പല ഏകോപന സമിതികൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ ഏകോപനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാമല്ലോ. വിശ്വാസത്തിന്റെ ഈമാന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യാം. അവിടെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം അള്ളയിലേക്ക് റസൂലിലേക്ക് നമ്മൾ പടച്ചോ എന്താ പറഞ്ഞിരിക്കുന്നത്, റസൂൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അല്ലാഹ് റസൂലിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അള്ളയിലും പരലോകത്തിലും നിങ്ങൾ ശരിക്കും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ എന്താ മനസ്സിലാക്കുക? വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തവൻ അള്ളയിൽ വിശ്വസിക്കുന്നില്ല, പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഏതെങ്കിലും കാര്യത്തിൽ സമുദായം ഒന്നിച്ച് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ് എന്ന് പറഞ്ഞു നിന്നാൽ അവൻ അള്ളയിലും റസൂലിലും വിശ്വസിക്കുന്നില്ല എന്നാണ് ഈ ആയത്ത് കൊണ്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ അള്ളയിലും റസൂലിലേക്കും വിട്ടിട്ട് യോജിപ്പോടുകൂടി വിഷയങ്ങൾക്ക് ഒരു കൂട്ടായ തീരുമാനം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നുള്ള അവസ്ഥാനം. ഇത്ര വളരെ കൃത്യമായിട്ട് വിഷയം പറഞ്ഞ് അത് പക്ഷത്തിരിക്കുന്ന നടക്കുക. പക്ഷെ ഇതിനൊന്നും ശ്രദ്ധയില്ലല്ലേ? ഖുർആനിലൊന്നും ശ്രദ്ധയില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥകെട്ടുമായി നടത്താം, ആരോ പറഞ്ഞതുമായി നടത്താം. അല്ല ഖുർആനിൽ പറഞ്ഞു. ഇല്ലെങ്കിൽ ഏതെങ്കിലും റിമോട്ട് ഹദീസ്, ആ ഹദീസിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഏതെങ്കിലും ഹദീസ് അതുമായിട്ട് ഇങ്ങനെ ഇറങ്ങി തക്കണ്ട. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം ധരിക്കുന്ന കാര്യത്തിൽ വേണ്ടാന്നൊന്നും പറയുന്നത് ആയിക്കോ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഗതികൾ ഇവിടെ ഒഴിവാക്കിയിട്ടാണല്ലോ അതിന്റെ വികാരം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള റസൂല, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം കേട്ടോ. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഫതഫ്ശലു, ദൈർഘ്യം ഉണ്ടാകുന്ന കൂട്ടത്തിലാവുകയും ചെയ്തു. എന്നാൽ വതദ്ഹബ റീഹുകും, നിങ്ങളെ കാറ്റു. ക്ലിയറായി പറഞ്ഞു. അധൈര്യം ഉണ്ടാക്കുകയും ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്താൽ
നിങ്ങളുടെ ശക്തി ഊർജം ചോർന്നു പോകും. കാറ്റെന്ന് അവിടെ ഉദ്ദേശിച്ച എന്ന വാക്കാണ്. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും ഓന്റെ കാറ്റ് പോയി, നിങ്ങളെ നിങ്ങളെ കാറ്റ് പോകും എന്നുള്ള സുബ്ഹാനഹു പറയാം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അവിടെ വലിയൊരു സംഭവം പിൻകൂടി പറയാം. ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു താല്പര്യമുണ്ട്. ഞാൻ നാട്ടിലെ വേണ്ടപ്പെട്ട ആളാണ്. അത്യാവശ്യം വിദ്യാഭ്യാസവും സ്ഥാനവും മാനവും പദവി സംഘടന പ്രശ്നമൊക്കെയാണ്. ഇതൊന്നും സദസ്സിലില്ല. അപ്പൊ ഞാൻ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു. ഓട്ടത്തിനായിരിക്കും മറ്റേ ആളിനെ പിടിച്ചില്ല. പിൻവലിക്കാൻ എനിക്ക് സമ്മതിക്കില്ല. കാരണം എന്റെ ഈഗോ അത്രയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാനുള്ളതല്ലേ? ഇതിന് പച്ചയായ യാഥാർത്ഥ്യമല്ലേ? നമ്മളെല്ലാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട് നമുക്കൊരു പുനർചിന്തനം നടത്തിയിട്ട് ഈ ദീൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഈ ദീനിനെ ഈ സമുദായത്തെ തിരിച്ചുകൊണ്ടുവന്നുകൂടാ? കാലികമായ ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ചിരിച്ചാൽ വളർത്തണം, പഠിക്കണം. എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഓട് വേറെ എവിടെയെങ്കിലും പരിഹാരം അത് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ കാണൂല. ആഴങ്ങളിൽ ഒരുപാടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കാതെ ഇങ്ങനെ കുഴപ്പവും ഭിന്നതയുമായി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആറ്റുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഏതാണ്ട് ആഗോളാടിസ്ഥാനത്ത് കാറ്റുപോയി കിടക്കുകയാണ്. ഇനിയും കൂടുതൽ മോശമായ ഒരു സാഹചര്യം ഉണ്ടാവും. സത്യവിശ്വാസത്തിന്റെ മേൽ ശത്രുക്കൾക്ക് അല്ലാഹു തആല എപ്പോഴാ ശക്തി കൊടുക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള കാര്യത്തിൽ മനസ്സിലാവും. സത്യവിശ്വാസം അതിന്റെ സൽഫലം പുറത്ത് കാണിക്കാതിരിക്കുമ്പോൾ അവർക്ക് ബലമായിട്ട് പരീക്ഷണമായിട്ട് ഉള്ളതിനെ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ആകാശത്ത് നേരിട്ടിറക്കും, ചിലപ്പോൾ ഭൂമി കുലുക്കിറക്കും, ചിലപ്പോൾ ശത്രുക്കൾക്ക് അധികാരം കൊടുത്തുകൊണ്ടിറക്കും, ചിലപ്പോൾ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ എന്ത് ചെയ്താലും രക്ഷപ്പെടാത്ത നഷ്ടപ്പെട്ട കച്ചവടം ഉണ്ടാവും, ചിലപ്പോൾ കുടുംബത്തിലെ ആളുകൾ നിരന്തരം മരിച്ചു പോകും, ചിലപ്പോൾ മക്കളുണ്ടാവില്ല, ചാവളുണ്ടാവും. അങ്ങനെ 100,000 കൂട്ടം തരം പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിരന്തരമായി ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സത്യവിശ്വാസത്തിന്റെ വീതിയിൽ പോകുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. എന്നല്ല പറഞ്ഞത്. സത്യവിശ്വാസത്തിന്റെ വീതിയിൽ പോകുമ്പോൾ ഓരോ പരീക്ഷണത്തിനും കൂലി. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, ഒരു മുള്ളു കൊണ്ടാൽ ആ മുള്ളിനെ കൊണ്ട് അതിന്റെ വേദന അനുഭവിച്ചിട്ട് പ്രതിഫലം അവിടെ നാം നൽകാം. നിനക്ക് രോഗം വന്നാൽ ആ രോഗത്തിന്റെ വിഷമതകൾ നീ അനുഭവിച്ചത് നാം അവിടെ തരാം. നിനക്കൊരു അഭിമാന നഷ്ടം വന്നാൽ, നിനക്കൊരു സ്ഥാനനഷ്ടം വന്നാൽ, നീ വിശ്വാസിയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുമ്പോ അതിന്റെ പ്രതിഫല റിവാർഡ് ഞാൻ അവിടെ തരാം. അപ്പൊ നമ്മളെ നോട്ടം അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ. ഇതെല്ലാം പറഞ്ഞു തരുമ്പോ നിങ്ങളുടെ തലയിൽ പരലോകമല്ല ഈ ലോകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. ആഖിറമാണ് ബെറ്റർ ആൻഡ് ഡ്യൂറബിൾ, ഇതിനേക്കാൾ നല്ലതും എന്നും നീണ്ടു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട സത്യവിശ്വാസത്തിന്റെ ഡ്യൂട്ടിയായ നമസ്കാരത്തെ പോലെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കുക. അതില്ലെങ്കിൽ അത് സത്യവിശ്വാസം പൂർത്തിയാവില്ല. ഞാൻ പഠിച്ചതല്ല. സത്യവിശ്വാസം പൂർത്തിയാവണമെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം സഹോദരനെ കൂടെ അംഗീകരിച്ച് നിൽക്കാൻ സാധ്യമാവണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതാണ്, സഹാബാക്കൾ കാണിച്ചതാണ്. അപ്പൊ ആ വഴി നിന്നാലേ വിജയം ഉണ്ടാവുള്ളൂ എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി നിരന്തരമായി അധ്വാനിക്കുകയും കാര്യമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അധ്വാനിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവസാനം വരെ ഉറച്ചു നിന്ന് പിന്നെ അവനെ കാണാൻ പോകുന്ന ഒരു അനുഭൂതിപൂരകമായ ഒരു ജീവിതം. ദുനിയാവിലും അനുഭൂതിയാണ്, ആഖിറത്തിലെ അനുഭൂതിയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിയോഗിച്ചത്. ശാന്തഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിളി കേട്ടു പോകാനുള്ള സത്യവിശ്വാസികളാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ചു മരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم اغفر ابو بكر وعمر وعثمان وعلي وعلى حمزة والعباس والحسن والحسين وعن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാറാതിരിക്കണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകളുടെ
കബറിടങ്ങളെ പൂങ്കാവനങ്ങളിൽ നടത്തി മാറ്റണേ തമ്പുരാനെ. നീ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൗശലത്തിൽ നീ നൽകി അനുകരിക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായ വിഷമം അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും സാമ്പത്തിക വിഷമങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കെല്ലാം നീ അവരുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ അവരെയും ഞങ്ങളെ നിന്റെ യഥാവിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ നാഥ. റഹ്മാനായ തമ്പുരാനെ, അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. നീയുമായി അടുത്തു നിൽക്കാനുള്ള സൗഭാഗ്യം തരണേ തമ്പുരാനെ. വഴിതെറ്റിക്കുന്ന പിശാചിന്റെ പ്രേരണകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. നാഥ, ദുആ കൊണ്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആവശ്യങ്ങളെല്ലാം നീയാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. നാഥ, അങ്ങനെ ശാന്തമായി ഇവിടെ ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. സ്വർഗത്തിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.